ഞാൻ നിങ്ങൾക്കൊന്നൊരു കാര്യം പറഞ്ഞു തരട്ടെ. അതായത് എങ്ങനെയാണ് നമ്മുടെ ഫോണിക് സൗണ്ട് യൂസ് ചെയ്ത് പിള്ളേരെ കൊണ്ട് വാക്കുകൾ എഴുതിപ്പിക്കുന്നത് കാണിച്ചു തരട്ടെ. ഞാനിന്ന് ഗച്ചുവിനെ കണ്ട് ഫോണിക് സൗണ്ട്സ് വെച്ചിട്ട് എഴുതിപ്പിക്കാനായിട്ടാണ്. അപ്പം കെയർഫുള്ളി ലിസൺ ചെയ്യുക. നിങ്ങളുടെ മക്കൾക്ക് ഇതേ പാറ്റേണിലൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം ഗച്ചു എങ്ങനെ എഴുതുന്നതെന്ന്. ഗച്ചു ക്യാറ്റ് സൗണ്ട് വെച്ച് എഴുതിക്കുക. ക്യാറ്റ് ക്യാറ്റ് സൗണ്ട് പറഞ്ഞു എഴുതേ. ക്യാറ്റ് വെരി ഗുഡ്. ബാറ്റ് സൗണ്ട് പറഞ്ഞു എഴുതേ. സൗണ്ട് എന്താണ്? സൗണ്ട് കൂടെ പറ. ടി. ഇനി സൗണ്ട് പറഞ്ഞേ. ബിയുടെ സൗണ്ട്. ബാറ്റ്. ഓക്കെ. മാറ്റ് 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 സൗണ്ട് പറഞ്ഞ. അതിന്റെ സൗണ്ട് ഒന്ന് പറഞ്ഞേ. മാറ്റ്. അടുത്തത് പാറ്റ്. പാറ്റ്. സൗണ്ട് പറ. സൗണ്ട് പറ. പാറ്റ്. സൗണ്ട് പറയാത്ത ഇവന് സൗണ്ട് അറിയാം, അതുകൊണ്ടാട്ടോ അവൻ സ്പെല്ലിംഗ് വെച്ച് എഴുതുന്നത്. അതായത് കുട്ടികൾക്ക് സൗണ്ട് അറിയുവാണെന്നെങ്കിൽ അവര് മനസ്സിൽ അത് വെച്ച് സ്പെല്ലിംഗ് അങ്ങോട്ട് എഴുതിക്കോളും കേട്ടോ. അതുകൊണ്ടാണ്. ഇനി റാറ്റ്. കേട്ടോ, സൗണ്ട് വരികയാണെങ്കിൽ അവർ കറക്റ്റ് എഴുതും. റാറ്റ്. 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 അപ്പൊ സൗണ്ട് ഒന്ന് പറഞ്ഞ റാറ്റിന്റെ. റാറ്റ്. ഓക്കെ. ഇനി അടുത്ത സെക്ഷന് ഫാന്. ഇപ്പുറത്തെഴുത്. ഫാന്. സൗണ്ട് സൗണ്ട് പറഞ്ഞ എഴുതിക്കേ. ഫാന്. ഞാൻ എന്റെ സൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും എങ്ങനെയാന്ന്. ഫാന്. ഓക്കെ. പാന്. ഫാന്. ക്യാന്. സൗണ്ട് എന്ന് പറഞ്ഞെടുത്ത ക്യാന്. ക്യാന്. നമ്മൾ നമ്മുടെ മക്കൾക്കുണ്ടല്ലോ ആദ്യം ബേസിക് ആയിട്ടുള്ള ആൽഫബറ്റ്സിന്റെ സൗണ്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർ ആ സൗണ്ട് വെച്ച് അവർ എഴുതിക്കോളും. ഇപ്പം ഗച്ചുവിന് ഞാൻ ആൽഫബറ്റ്സിന്റെ സൗണ്ട് പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. അത് വെച്ചിട്ട് ആദ്യം ചെറിയ ചെറിയ വേർഡ്സ് ഇല്ലേ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. അത് സ്വന്തമായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ആദ്യം ആൽഫബറ്റ്സിന്റെ സൗണ്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അത് പറഞ്ഞു കൊടുത്താൽ പിള്ളേർക്ക് ഇംഗ്ലീഷ് എഴുതുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായി വരില്ല. ആദ്യം എന്നിട്ട് ചെറിയ ചെറിയ വാക്കുകൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അത് കഴിയുമ്പം 3 ലെറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ CHA അങ്ങനെയൊക്കെ വരുമ്പോൾ ബ്ലെൻഡ് ചെയ്യത്തില്ലേ. അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ബേസിക് ആയിട്ട് ആദ്യം സിംഗിൾ ലെറ്ററിന്റെ സൗണ്ട് വെച്ച് സിംഗിൾ വാക്കുകൾ എഴുതിക്കാനായിട്ട് പഠിപ്പിക്കുക കേട്ടോ. താങ്ക് യു.